കാളിദാസൻ അവന്റെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്കിറങ്ങി. അതിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ മീര ഒന്ന് ഭയന്നു. അവൾ അവന്റെ മുഖത്ത് തീക്ഷ്ണമായി നോക്കി. ശേഷം മുറ്റത്ത് കിടക്കുന്ന കാറിലേക്കും. അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ തന്നെ കാളിദാസൻ ആക്സിലേറ്റർ ഒന്ന് റൈസ് ചെയ്തു. അത് കേട്ട സമയത്ത് തന്നെ മീരയുടെ നെഞ്ചിടിപ്പിന്റെ താളം ഒന്ന് കൂടി. അവൾ ഒരു ചെറിയ ഭയത്തോടെ ആ സ്കൂട്ടറിന്റെ പിന്നിലേക്കൊന്ന് കയറി. ദേ, പിടിച്ചിരുന്നോ? അല്ലെങ്കിൽ എവിടെങ്കിലും ചെന്ന് മൂക്കും കുത്തി വീണിട്ട് എന്നോട് പരാതി പറയാനൊന്നും വന്നേക്കരുത്. അവൾ അവന്റെ ശരീരത്തെ പോലും സ്പർശിക്കാതെ സീറ്റിന്റെ പിടിയിൽ ഒന്ന് ബാലൻസ് ചെയ്തിരുന്നു. കാളിദാസൻ സ്കൂട്ടർ എടുത്തതും നല്ല വേഗതയിൽ തന്നെയായിരുന്നു. ഒരു വളവ് തിരിഞ്ഞപ്പോ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ലോറി പെട്ടെന്ന് കയറി വന്നു. തൊട്ടു തൊട്ടില്ല എന്ന പോലെ അവൻ പെട്ടെന്ന് വെട്ടിച്ചു മാറ്റി. ആ ഒരു നിമിഷം വലിയൊരു അപകടത്തെ മുന്നിൽ കണ്ട മീര ഒന്ന് ദീർഘശ്വാസം എടുത്തു. അതെ, നിങ്ങളൊന്ന് പതുക്കെ പോവോ, മനുഷ്യനെ കൊല്ലാനായിട്ട്. അത് കേട്ടതും കാളിദാസിന്റെ മയിൽവാഹനത്തിന്റെ വേഗത ഒന്നുകൂടി കൂടി. അതുവരെ സീറ്റിൽ ബാലൻസ് ചെയ്തുകൊണ്ടിരുന്ന മീര പെട്ടെന്ന് കാളിയുടെ തോളിൽ കൈവച്ചു. തോളിൽ കൈവച്ചതും കാളിയുടെ ബുള്ളറ്റിന്റെ സ്പീഡ് കുറഞ്ഞു. പിന്നീട് വണ്ടി പോയത് ഒരു കവലയിൽ കൂടിയായിരുന്നു. അതും 4 റോഡുകൾ കൂട്ടിമുട്ടുന്ന ഒരു കവല. നാട്ടുകാർക്കിടയിൽ കൂടി മീരയുമായി പായുമ്പോൾ തന്റെ മീശയുടെ തുമ്പ് അവനൊന്ന് കൂർപ്പിച്ചു വെച്ചു. 10 പേർക്കിടയിൽ കൂടി താൻ കിട്ടിയ പെണ്ണിനെ മറ്റുള്ളവർക്ക് മുന്നിൽ കാണിച്ചു കൊണ്ടുപോകുമ്പോൾ അവന്റെ മനസ്സിൽ ലോകം കീഴടക്കിയവന്റെ സന്തോഷമായിരുന്നു. പക്ഷെ അതേസമയം അറവശാലയിൽ കഴുത്തിറക്കാൻ കൊണ്ടുപോകുന്ന ആടിനെയും മാടിനെയും പോലെ മീര അങ്ങനെ ഇരുന്നു. ക്ഷേത്രത്തിലെത്തിയപ്പോൾ തന്നെ അവൾ ചുറ്റും ഒന്ന് നോക്കി. അറിയാവുന്ന ആരുമില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ചോദ്യങ്ങളായി പറച്ചിലായി. മീര വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കാളിയൊന്ന് നോക്കി. അവൻ അമ്പലത്തിനകത്തേക്ക് വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വായിൽ എന്തൊക്കെയായിട്ട് ചവയ്ക്കുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാതെ ചുറ്റമ്പലത്തിനുള്ളിലേക്ക് പോയി തൊഴുതിറങ്ങുമ്പോൾ തനിക്ക് പരിചയമുള്ളൊരു മുഖം. ആ ഒരാൾക്ക് മുഖം കൊടുക്കാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചു. ശേഷം പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങി കാളിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മീര, അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി എന്ന് പുഞ്ചിരിച്ചു. നെറ്റിയിൽ സിന്ദൂരവും കഴുത്തിലെ സാരിയും കണ്ട് ആ ഒരാൾ അവളെ തന്നെ അങ്ങ് നോക്കി നിന്നു. ഡേ, വന്ന് കയറാൻ നോക്ക്, കണ്ടിടം നോക്കി നിൽക്കാതെ. കാളിയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി. എന്നിട്ട് അയാളെയും. പക്ഷേ എല്ലാം പെട്ടെന്നായിരുന്നു, ആരോടൊന്നും പറയാൻ പറ്റില്ല. അയാൾ അത് കേട്ടതും മുഖം ചൊളിച്ചുകൊണ്ട്, എന്താണിത് മീരെ, നിന്നെ ഈ കോലത്തിലാണോ ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ചത്? അയാൾ അത് ചോദിക്കുമ്പോൾ മീരയുടെ മുഖം വളരെ ദയനീയമായിരുന്നു. എടോ, തന്നെ പോലുള്ള എംബോക്കികളിൽ ചവിട്ടി മതയ്ക്കാനുള്ളതല്ല ഈ ഒരു പാവം കൊച്ചിന്റെ ജീവിതം. നാളെ ലോകം അറിയേണ്ട ഒരു പെണ്ണിന്റെ ജീവിതം തുളച്ച് നീയൊക്കെ നശിച്ചു പോകത്തുള്ളടാ. അയാൾ അലമുറയിട്ട് പ്രാകുമ്പോഴും കാളിയുടെ മുഖത്തൊരു പുച്ഛം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവളെ കിട്ടിയത് ഞാനാണെങ്കിൽ അവളുടെ ജീവിതം ഇനി എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. താൻ ഇവിടെ നിന്ന് മറ്റിടത്ത് വർത്താനം പറഞ്ഞ തന്റെ വായിൽ പല്ല് കാണില്ല. അത് കേട്ട ദേഷ്യത്തിൽ അയാൾ കാളിയുടെ ഷർട്ടിന്റെ കോളയിൽ കയറി പിടിച്ചു. അപ്പോൾ തന്നെ കാളി തിരികെ അയാളുടെ കഴുത്തിനും. ക്ഷേത്ര പരിസരം പൂരപ്പറമ്പായി മാറുമ്പോൾ ആരൊക്കെ ഓടി വരുന്നതിന് മുമ്പ് തന്നെ മീര രണ്ടുപേരെയും പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. മാഷെ വേണ്ട. രണ്ടുപേരെയും രണ്ടിടത്തേക്ക് തള്ളി മാറ്റി. മാഷെ, എനിക്കിനി ഒരുപാട് മോഹങ്ങളൊന്നുമില്ല. എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയത് ചിലപ്പോൾ എന്റെ സമയത്തിന്റെ ആവും. മാഷ് പൊയ്ക്കോളൂ എന്നവൾ തൊഴുതുകൊണ്ട് പറയുമ്പോൾ അയാൾ കാളിയൊന്ന് തുറച്ചു നോക്കി പിന്നോട്ട് നടന്നു. ആരടി അയാള്? എന്നെ പഠിപ്പിച്ച കോളേജിലെ മാഷ. മാഷ്? ഇപ്പൊ അവൻ എന്റെ കയ്യിലെ ചൂടറിഞ്ഞനെ. അത് പറഞ്ഞവൻ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് എടുത്തൊന്ന് പുകച്ചു. അതെ, അമ്പലപ്പറമ്പിൽ പുകവലിക്കാൻ പാടില്ല. ആ പറഞ്ഞവന്റെ മുഖത്തേക്കൊന്ന് തറപ്പിച്ചു നോക്കി. വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് താഴെയിട്ടൊന്ന് കാലുകൊണ്ട് ചവിട്ടി തിരുമിയ ശേഷം കാളി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. കേറടി. മീര എല്ലാവരും നോക്കി നിൽക്കുന്നത് കണ്ടിട്ടും ഒന്ന് ചുറ്റും നോക്കി ശേഷം കാളിയുടെ കൂടെ ബൈക്കിൽ കയറി. അവിടെ മറ്റുള്ളവരോട് തോന്നി കലിപ്പ് അവൻ തീർത്തത് തന്റെ പ്രിയപ്പെട്ട ബുള്ളറ്റിനോട് തന്നെയായിരുന്നു. തലങ്ങും വിലങ്ങും തിരിച്ചും മറിച്ചു ഓടിക്കുമ്പോൾ മീര വീഴാൻ പോകുന്ന പോലെയായി. വീട്ടിലെത്തിയപ്പോൾ തന്നെ മീരയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്താ മോളെ, എന്തു പറ്റി? ദേവപ്രഭ ഒരു നിമിഷം അവളെ ഒന്ന് നോക്കി. ഒന്നുമില്ല എന്ന് പറഞ്ഞവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അകത്തേക്ക് കയറുമ്പോൾ ദേവപ്രഭ അവളുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, മോളെ, നിന്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അതിവിടെ കളഞ്ഞിട്ട് വേണം പോകാൻ. എല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതം ഒന്നുമല്ലാതായി പോവും. മീര മുറിയിലേക്ക് പോയി താൻ കൊണ്ടുവന്ന ബാഗിൽ നിന്നും ഒരു പുസ്തകം എടുത്തിട്ട് കണ്ണീരോടെ അത് നോക്കുന്ന സമയത്ത് കാളി മുറിക്കുള്ളിലേക്ക് കയറി വന്നു. വിഷമിച്ച് നിൽക്കുന്ന അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. എന്താ ഇവിടെ ഒന്ന് മോങ്ങുന്നേ? കാളിയുടെ ആ ചോദ്യത്തിന് മീര ഒരു നിമിഷം മൗനമായി നിന്നു. അവൻ അവളുടെ കയ്യിലെ പുസ്തകം വാങ്ങിച്ചിട്ട് ഒന്ന് നോക്കി. എടോ, തനിക്ക് പഠിക്കാൻ പോണമെന്നുള്ള പൊക്കോ. ഇതിന്റെ പേര് ഇവിടെ നിന്ന് മോങ്ങുന്ന എനിക്കിഷ്ടമല്ല. അത് പറഞ്ഞവൻ പുറത്തേക്ക് പോകുമ്പോൾ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചിട്ട് മീര ഒന്ന് നോക്കി. എന്നിട്ടൊരു ചിരി ചിരിച്ചിട്ട് പുറത്തേക്കിറങ്ങി.
പുറത്തു പോയ കാളി തിരിച്ചു വന്നപ്പോൾ തന്നെ സമയം ഒരുപാട് വൈകിയിരുന്നു. മീര ഭക്ഷണം കഴിച്ച് കയ്യിൽ ബോട്ടിൽ വെള്ളവും എടുത്ത് മുറിയിലേക്ക് പോകുമ്പോൾ കാളി നാല് കാലിൽ വാതിലിന് മുന്നിൽ വന്ന് നിൽക്കുന്നു. അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ കയ്യിലുണ്ടായിരുന്ന കുപ്പിവെള്ളം ഒരു സൈഡിലായി മാറ്റിവെച്ചു. ശേഷം നിലത്ത് പായ വിരിച്ചു കിടന്നു. കാളിദാസൻ മുറിക്കുള്ളിലേക്ക് കയറി കതകടച്ച് കുറ്റിയിട്ടതിന് ശേഷം മീര കിടക്കുന്ന ഭാഗത്തെ കട്ടിലിനരികിൽ വന്നിരുന്നു. അവന്റെ കാല് മീരയുടെ ശരീരത്തെ സ്പർശിക്കുമ്പോൾ പുതച്ചിരുന്ന പുതപ്പ് മാറ്റി ഒരു ദേഷ്യത്തോടെ അവൾ അവനെ നോക്കി. നീ സുന്ദരിയടി പെണ്ണേ, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരി. പക്ഷേ മുന്നിൽ വിളമ്പിയ ഭക്ഷണത്തിന് അർഹതയില്ല എങ്കിൽ കാളി അത് കഴിക്കില്ല. അതുകൊണ്ട് നീ എന്നെ ഭയപ്പെടണ്ട. അവൻ പിച്ചും പേയും എന്തെല്ലാമോ പറഞ്ഞ് ബോധമില്ലാതെ മീര കിടക്കുന്ന പായ്ക്കരികിൽ മുട്ടുകുത്തി നിന്നു. നിന്റെ ജീവിതം കൂടി ഞാൻ തകർത്തു. നിന്റെ മനസ്സിനെ ഞാൻ വേദനിപ്പിച്ചു. ശേഷം അവളുടെ രണ്ട് കാലിലും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ അവിടേക്ക് ചാഞ്ഞു. ഒരു ക്ഷണനേരം കൊണ്ട് അവൾ കാല് പെട്ടെന്ന് വലിക്കുമ്പോൾ അവന്റെ മുഖം നിലത്ത് ചെന്നിടിച്ചു. അവൾ പെട്ടെന്ന് തന്നെ അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. മല പോലെ ഒരുത്തനല്ലേ, പീക്കിരി പോലെ ഒരു പെണ്ണിന് അതൊരു പക്ഷെ കഴിയില്ലല്ലോ. അവൾ സർവശക്തിയെടുത്ത് ഒരു ഭാഗത്തേക്ക് അവനെ പിടിച്ചിരുത്തുമ്പോൾ ആ ചുണ്ടുകളിൽ നിന്ന് ചോര പൊടിയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വീണപ്പോൾ ചുണ്ടും പല്ലും കൂടി നിലത്തുരഞ്ഞതായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ചു നിന്ന് മീര അവളുടെ ചുരിദാറിന്റെ ഷാൾ ഉപയോഗിച്ച് ആ ചോര മുഴുവൻ തുടച്ചു മാറ്റി. ശേഷം ആ ബോട്ടിലിരുന്ന വെള്ളം അവന് മുന്നിൽ നീട്ടുമ്പോൾ ബോധമില്ലാതെ വീണ്ടും നിലത്തേക്ക് വീഴുന്ന കാളിയൊന്നും താങ്ങാൻ അവൾ മറന്നില്ല. അവന്റെ ശരീരത്തിന്റെ ഭാരം അവൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ അവൻ ആ നിലത്ത് അവൾ കിടന്ന ഒരു ഭാഗത്തേക്ക് സൈഡ് മാറി കിടന്നു. പിടിച്ചെഴുന്നേൽപ്പിക്കാനോ താങ്ങാനോ കഴിയില്ല എന്ന് മനസ്സിലാക്കി മീര അവൾ ഉപയോഗിച്ച തലയണ അവന്റെ തലയ്ക്ക് കീഴായി ചായച്ചു വെച്ചു. ബോധമില്ലാതെ അവൻ നിലത്തും അവൾ കട്ടിലിലും അങ്ങനെയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൻ ചുമച്ചുകൊണ്ട് എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ കണ്ണുകൾ പുറത്തേക്ക് തള്ളി ഛർദിക്കാൻ പോകുന്ന പോലെ എഴുന്നേൽക്കുന്നുമുണ്ട്. ഒന്നുമില്ലേലും ഒരു മനുഷ്യനോട് എന്ന് പരിഗണന പോലെ എന്ത് ചെയ്യണം എന്നറിയാതെ അവൾ കാളിയുടെ നെഞ്ചിലൊന്ന് തടവി. ഒരു ചെറിയ ആശ്വാസത്തിൽ പകുതി എഴുന്നേറ്റ് നിന്ന അവന്റെ ശരീരം ഒരു ദീർഘശ്വാസത്തോടെ ആ നിലത്ത് കിടന്ന് മയങ്ങി. അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ മുറിക്കുള്ളിലേക്ക് ജനാല വഴി വെട്ടം അടിച്ച് കയറിയിട്ടുണ്ട്. തല ഒരല്പം ഉയർത്തി കട്ടിലേക്ക് നോക്കുമ്പോൾ കട്ടിലിന്റെ ഒരു സൈഡിലായി തല ചാരി വെച്ചിരുന്നുറങ്ങുന്ന മീരയാണ് കാണുന്നത്. ശരീരം നല്ലപോലെ വേദനിക്കുന്നുണ്ട്. ഒരു നിമിഷം തന്റെ പൊട്ടിച്ചുണ്ട് നാവ് കൊണ്ടൊന്ന് നുണഞ്ഞു നോക്കിയ ശേഷം പതുക്കെ എഴുന്നേൽക്കാനായി നോക്കി. അവൻ നിലത്തുനിന്ന് കട്ടിലിൽ പിടിച്ചെഴുന്നേറ്റപ്പോൾ തന്നെ മീര കണ്ണു തുറന്ന് അവനെ നോക്കി. എഴുന്നേൽക്കാൻ പാടുപെടുന്ന അവനെ കണ്ടപ്പോൾ ഉറക്കപ്പിച്ചയിൽ നിന്ന് എഴുന്നേറ്റ മീര അവന്റെ കയ്യിൽ പിടിച്ചെഴുന്നേൽപ്പിക്കാനാണ് തോന്നിയത്. അവൻ അവളുടെ കയ്യിൽ സ്പർശിക്കാതെ സ്വന്തമായി എഴുന്നേറ്റ് ഉടുത്തിരുന്ന മുണ്ട് ഒന്നുകൂടി മുറുക്കി ഉടുത്തു. ശേഷം കണ്ണാടിയുടെ മുന്നിൽ തന്റെ പൊട്ടിയ ചുണ്ടിൽ തള്ളവിരൽ കൊണ്ടൊന്ന് തൊട്ടു നോക്കി. ഒരു ചെറിയ പഞ്ഞി മരുന്നിൽ മുക്കി മീര കാളിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. കാളി അതൊരിക്കലും മീരയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ അവളെ ഒരു നിമിഷം നോക്കി. മൂക്കറ്റം കള്ളം കുടിച്ചു വന്ന് ബോധമില്ലാതെ വീണാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞവൾ ആ പഞ്ഞി അവന്റെ കൈ കൊടുത്തിട്ട് പുറത്തേക്ക് പോയി. ഈ ഒരു സ്റ്റോറിയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഥ കേട്ട എല്ലാവർക്കും നന്ദി.